ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടീനേജ് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സ്കിന്നിന് വരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് മാനസികമായിട്ട് തന്നെ ചില പ്രശ്നങ്ങളെല്ലാം വരുത്താറുണ്ട് അല്ലേ. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാശ് ചിലവാക്കാറുണ്ട്, പല കാര്യങ്ങളും ചെയ്ത് നോക്കാറുണ്ട് അല്ലേ. എന്നാൽ പിന്നെ ഇതൊരെണ്ണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ. നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആണെങ്കിലും, അതുപോലെ നമുക്ക് ടോണർ യൂസ് ചെയ്യുന്നതിനാണെങ്കിലും, അതുപോലെ നമുക്ക് വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ആണെങ്കിലും അങ്ങനെ 3 കാര്യങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പപ്പായ, ഓറഞ്ച്, ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ 3 എണ്ണത്തിന് കോമൺ ആയിട്ടുള്ളത് വിറ്റാമിൻ സി ആണ്. പക്ഷേ ഈ വിറ്റാമിൻ സി ധാരാളം ഉള്ളത് ഇതിൻ്റെ എല്ലാം തൊലികളിലാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിലുള്ളിലുള്ളതാണ് കഴിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ സ്കിന്നിന് ആവശ്യം ഇതിന് മുകളിലുള്ള തൊലിയിലാണ് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നും ഇത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ. ഇടയിൽ ഞാൻ കുറേ ടിപ്സും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ഓൾ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഇത് കൊണ്ടിട്ട് നമുക്ക് ഒരു സിറം ഉണ്ടാക്കാമെന്ന് എന്ന് നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ 3 എണ്ണമാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിലും ധാരാളം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് പറയണമെന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ കാര്യമാണ് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് തിളക്കം നൽകാൻ ഏറ്റവും നല്ലതാണ് ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, മുഖക്കുരു എന്നിവയൊക്കെ നീക്കാനും ഈ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് വളരെ ഉപകാരമുള്ളതാണ്. അതുപോലെ തന്നെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും, അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന കറുത്ത പാടുകളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെയിലൊക്കെ കൊണ്ടുവരുന്ന ടാൻ അകറ്റാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ ഇതൊന്ന് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പകുതിയോളം പ്രശ്നങ്ങൾ മാറിക്കിട്ടും കേട്ടോ. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഓറഞ്ചിൻ്റെ തൊലി മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ വെള്ളം വരികയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ചീകി എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വെറുതെ കളയുന്ന ഒന്നാണല്ലേ നമുക്ക് ഓറഞ്ച്. അപ്പോൾ അതേപോലെ ഓറഞ്ചിൻ്റെ തൊലി ഇനി ആരും കളയരുത്. ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് ചെടികളിലാണെങ്കിലും, അതുപോലെ നമുക്ക് വീട് ക്ലീനിങ് ചെയ്യാനാണെങ്കിലും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പീൽ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഓറഞ്ചിനെ കുറിച്ചിട്ട് പറയാനാണ് വെച്ചാൽ ഒരുപാടാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സിട്രിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ക്ലെൻസറായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ല ഒരു ഫ്രഷ്നെസ് ആയിരിക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞാനിതിൽ പപ്പായ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനും ഞാൻ പപ്പായയുടെ തൊലി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് പപ്പായയുടെ തൊലി ഒന്ന് എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് എല്ലാത്തിലും നമുക്ക് കൂടുതൽ ഗുണങ്ങളുള്ളത് നമുക്കിതിൻ്റെ തൊലിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാനാണ് വെച്ചാൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള സിറമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണ് വെച്ചാൽ നമുക്ക് 1 മാസത്തോളം യൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ അത്രത്തോളം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് 2 ആഴ്ചയോളം യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ. അപ്പം നമ്മൾ ഇതേപോലെ തൊലിയൊക്കെ എടുത്തു കൊടുക്കുക നമുക്ക് പപ്പായയുടെ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണല്ലേ, ഈ ഓറഞ്ച് കളറിലുള്ള എല്ലാത്തിലുമാണ് കൂടുതലായിട്ട് നമുക്ക് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഓറഞ്ച് കളറിലുള്ള എന്താണെങ്കിലും ശരി നമുക്കതിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിലാണെങ്കിലും അതുപോലെ നമ്മുടെ സ്കിൻ കെയറിനൊക്കെയാണ് വെച്ചാലും ഇത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ക്യാരറ്റിൻ്റെ തൊലി എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ തൊലി വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് സീറം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്താണത് ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ഒന്ന് എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓറഞ്ചിൽ ധാരാളം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ പപ്പായയാണ് വെച്ചാലും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. അപ്പോൾ അതിൻ്റെ തൊലിയിലാണ് വെച്ചാൽ അതിൻ്റെ ഇരട്ടി ഗുണങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ 3 എണ്ണവും നമുക്ക് ചെയ്യാമെന്ന് വെച്ചത്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് സിറം ഉണ്ടാക്കണം നോക്കാം.
നമ്മൾ തൊലിയെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കതൊന്ന് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 2 സൈസിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിത് റോസ് വാട്ടറിൽ രാത്രി മുഴുവനും ഇട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ ബെനിഫിറ്റും പിന്നെ നമുക്ക് ഒരുപാട് കാലം നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ റോസ് വാട്ടർ ഇല്ലാത്തവരാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെള്ളത്തിൽ തന്നെ ചെയ്താലും മതി. കാരണം ഈ 3 ബെനിഫിറ്റ് എന്തായാലും നമ്മളത് തിളപ്പിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൽ എന്തായാലും ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഞാൻ റോസ് വാട്ടർ ചെയ്യണത് എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ കാലം നിൽക്കാനും അതേപോലെ തന്നെ നല്ലൊരു മണവും ഒരു ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും നല്ലൊരു നമുക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്കപ്പോൾ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിയുന്നതും റോസ് വാട്ടർ തന്നെ ഒന്ന് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കണതിൽ നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ അരിക്കണ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഇട്ടിട്ട് ഒന്ന് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കതൊന്ന് അതിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് നേരം തിളച്ച് അങ്ങനെ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിത് അരിച്ചെടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്ന് തിളയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാനാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാനുണ്ട്. ചൂടൊക്കെ അരിഞ്ഞ ശേഷം മിക്സിയിലിട്ടിട്ട് നമുക്കിതേപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്കത് അരിച്ചെടുക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ അരിപ്പ് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അന്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം അതിൻ്റെ സിറം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് അന്തി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടെ റോസ് വാട്ടർ എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ ഉള്ള ജ്യൂസൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ അരിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അലോവേറ ജെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് നാച്ചുറലായിട്ടുള്ളതിനേക്കാളും നല്ലത് ഇതേപോലെ നല്ലൊരു കമ്പനിയിലുള്ളത് വാങ്ങിക്കുക കേട്ടോ. കാരണം നമ്മളിത് കുറച്ച് ദിവസം എടുത്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിറത്തിന് പ്രത്യേകിച്ച് കേടുപാടൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന കാരണം നമ്മൾ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളത് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഞാനൊരു 2 സ്പൂണോളം അലോവേറ ജെൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ആരും ചെയ്യാതിരിക്കേണ്ട. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഉണ്ട് വെച്ച് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാത്തിനും കൂടെ നല്ലൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിറ്റാമിൻ ഇയുടെ ഇതും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഇങ്ങനെ ഇളക്കാൻ കിട്ടേണ്ടത് വെച്ചാൽ നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് അതിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുത്ത് വെച്ചാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സിറത്തിന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി വന്നാൽ തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വിറ്റാമിൻ സിയുടെ സിറം അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ. നമ്മളൊരു മേക്കപ്പ് ചെയ്യണം വെച്ചാൽ തന്നെ നമ്മൾ പ്രൈമർ അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലാക്കി നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് വെച്ചാൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളിത് ഒരിക്കലും മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് സ്കിന്നിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായി വലിച്ചെടുത്ത് നന്നായിട്ട് തന്നെ അബ്സോർബായി പൊക്കോളും. അപ്പം നമുക്ക് ഇത് കൂടുതലും രാത്രി കിടക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റീവാണ്. പിന്നെ അടുത്ത തരവിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊരു ഫേസ് വാഷ് ഇട്ട് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കത് ഫേസ് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ അങ്ങനെ ഇരിക്കുകയാണതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് രാത്രിയൊക്കെ ധൈര്യമായിട്ടില്ല നമുക്കിത് സ്പ്രേ ചെയ്തിട്ട് കിടക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴാണ് വെച്ച് നമ്മുടെ സ്കിന്നിലേക്ക് ഒരുപാട് ഗുണങ്ങൾ ഇത് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമ്മൾ അലോവേറ ജെല്ല് ചേർത്തിയത് കൊണ്ട് തന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ട് കിടക്കുന്ന അതേ ഒരു എഫക്റ്റ് തന്നെ ആയിരിക്കും നമുക്ക് ഇത് സ്പ്രേ ചെയ്തിട്ട് കിടക്കുമ്പോഴും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ധൈര്യത്തിൽ ഇത് യൂസ്
യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അത്രത്തോളം ബെനിഫിറ്റുള്ള ഒന്നാണ് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയും അതേപോലെ പപ്പായ, കാരറ്റ് എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ട് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ തൊലിയിലൊക്കെ എത്രത്തോളം വിറ്റാമിൻ ഉണ്ട്, എത്രത്തോളം ബെനിഫിറ്റ് ആണ് എന്നൊക്കെ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത്രത്തോളം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറമാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ, അസ്സലാമു അലൈക്കും.